ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കോളേജിൽ കൊണ്ടുപോയിരുന്നു. എൻ്റെ +1 +2 കാലഘട്ടത്തിൽ. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു പൊറോട്ടയുടെയും സാമ്പാറിൻ്റെയും കഥ പറയും. ഈ പൊറോട്ടയും സാമ്പാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിലുണ്ട് ഒരു കഥ. ഞങ്ങൾ +1 +2 പഠിച്ചത് ഗേൾസ് ഓൺലിയാണ്. അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ശ്വേത, സുൽഫി, സഫീന. ഞങ്ങൾ 4 പേരും ഒരു ബെഞ്ചിലിരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. എന്ത് ചെയ്താലും ഒരുമിച്ച്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേടിന് പൊക്കിയാലും 4 പേരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോളേജിന്റെ കോമ്പൗണ്ടോട് ചേർന്നിട്ട് ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നല്ല പൊറോട്ടയും ഫ്രീ സാമ്പാറും കിട്ടും. ഈ ഫ്രീ സാമ്പാറിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവർ ഫ്രീ സാമ്പാർ അങ്ങ് നിർത്തി. പിന്നെ ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് 4 പേർക്ക് സ്പെഷ്യലായിട്ട് സാമ്പാർ കിട്ടുമായിരുന്നു. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നാലും ചില സമയത്ത് നമുക്ക് പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ തോന്നും. ഞങ്ങൾ കയ്യിലുള്ള പൈസയൊക്കെ കൂട്ടിച്ചേർത്ത് പോയി പൊറോട്ടയും സാമ്പാറും മേടിക്കും. മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അന്നൊക്കെ ഞങ്ങൾ അന്നം കൂട്ടുന്നത് ഞങ്ങളുടെ ശ്വേതമ്മായിരുന്നു. ശ്വേതമ്മുവിന്റെ അച്ഛൻ തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ അന്ന് പൊറോട്ടയും സാമ്പാറും മേടിച്ചത്. അച്ഛനെ പറ്റിച്ച് ഞങ്ങൾ കുറെ പൊറോട്ടയും സാമ്പാറും കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്വേതയുടെ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കാറുണ്ട് പൊറോട്ടയും സാമ്പാറിന്റെയും കഥ.